വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തകൻ പറയുന്നു, കിന്നരം മീട്ടിയും തപ്പുകൊട്ടിയും അവിടുത്തെ സ്തുതിക്കുവിൻ, തന്ത്രികളാലും കുഴലുകളാലും അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം നമുക്ക് തന്നിട്ടുള്ള ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. സ്വർഗീയനാദത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സ്വർഗീയനാദത്തിൽ ഞാൻ ആദ്യമായിട്ട് ആലപിക്കുന്നത് ആകാശത്തിൻ മഹിമാവേ എന്ന് തുടങ്ങുന്ന ഒരു പഴയ ഗാനമാണ്. വളരെയധികം ഈശോ നമ്മെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു ഗാനമാണിത്. ഈ ഒരു ഗാനം സ്വർഗീയനാദത്തിലൂടെ നമുക്ക് ശ്രവിക്കാം.
കരുതൽ വ്യക്തമാക്കി തരുന്ന വളരെ നല്ലൊരു പാട്ടാണ് മെറിൻ ചേച്ചി ഇപ്പൊ പാടിയത്. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ തോന്നിയത്, എപ്പോഴും നമുക്ക് സംരക്ഷണം നൽകാൻ, അപകടങ്ങളിലൊന്നും വീഴാതെ നമ്മളെ കാത്ത് സംരക്ഷിച്ചു കൊണ്ട് നടക്കാനായിട്ട് നമുക്കൊരു ദൈവമുണ്ട്. എപ്പോഴും ആ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. എന്തെങ്കിലും അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. അതിനു വേണ്ടിയിട്ട് എപ്പോഴും നീതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കണം എന്നൊരു വരി ഈ പാട്ടിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഭൂമിയിൽ വെറും ഒരു മനുഷ്യനായിരിക്കുന്ന എനിക്ക് വേണ്ടി ഇത്രത്തോളം സ്നേഹം തന്ന് ഇത്രത്തോളം എന്നെ കരുതാനായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം കൂടി എന്താ പറയാ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏത് പദവിയിൽ ഇരിക്കുന്നുവോ അതൊന്നും നമ്മുടെ കഴിവുകൊണ്ടല്ല, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഈ ചിന്തയോടെ നമുക്ക് സ്വർഗീയ നാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായി ഞാൻ ആലപിക്കാൻ പോകുന്നത് ദൈവസ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും യേശുവിനെ താങ്ങായി പിടിച്ചുകൊണ്ട് നമ്മളെ താങ്ങുവാനും നമ്മളെ സംരക്ഷിക്കുവാനും നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന ഒരു മെസ്സേജ് തരുന്ന ഒരു ഗാനമാണ് യേശുവല്ലാതെ ആരുമില്ല എന്ന് തുടങ്ങുന്ന ഗാനം. യേശുവല്ലാതാരുമില്ല
ഗാനമായിരുന്നു ഷെഫിന് ഇപ്പൊ പാടിയത്. ഈ ഒരു ഗാനം കേട്ടപ്പോ എനിക്ക് അതിനകത്ത് ഏറ്റവും സ്പർശിച്ച ഒരു ലൈൻ ശ്രുതി പോയ തമ്പുരു. ആ ഒരു ലൈൻ കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തട്ടിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഉള്ളില് നന്മ ഇല്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയുണ്ടാവും, അതുപോലെയല്ലേ ശ്രുതി ഇല്ലാത്ത ഒരു തമ്പുരു. അതായത് എത്രത്തോളം നന്മ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടോ അത്രത്തോളം നല്ല ഒരു ജീവിതമായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊടുക്കുന്നത്. ശ്രുതി വളരെ നന്നായിട്ട് മീട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയും പോലെയായിരിക്കും. നന്മ പൂർണ്ണമായിട്ടുള്ള ജീവിതം നമ്മൾ ഓരോരുത്തരും നയിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും അതുപോലെ തന്നെ നമ്മൾക്കും ദൈവത്തിനും എല്ലാം പ്രീതികരമാകുന്നത് എന്നാണ് ഈ ഒരു ഗാനത്തിലൂടെ എനിക്ക് കിട്ടിയ ഒരു സന്ദേശം. അതുപോലെ തന്നെ ഷെഫിൻ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിന്റെ വരികളാണ് ഈ പാട്ടിലുടനീളമുള്ളത്. ദൈവമല്ലാതെ ആരുമില്ല നമുക്ക് ആശ്രയമായിട്ട് എന്ന് ഓരോ വരിയിലും ആവർത്തിച്ച് പറയുന്ന ഒരു ഗാനമാണ്. അപ്പൊ നമ്മുടെ ഏതൊരു അവസ്ഥയിലും, സന്തോഷമാകട്ടെ, സങ്കടമാകട്ടെ, ദുരിതമാകട്ടെ, എന്തുമായിരിക്കട്ടെ, ഓരോ സന്ദർഭത്തിലും ഈശോയുമായിട്ടുള്ള ആ ഒരു അടുപ്പം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മോട് ചേരാനും നമ്മിൽ വസിക്കാനും ഓസ്തി രൂപത്തിൽ വിരുന്നെത്തുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഭാവങ്ങൾ ഏറെയാണ്. ഒരു ചെറു കാറ്റിൽ അലയുന്ന, ജലധാരയിൽ അലിഞ്ഞു പോകുന്ന പാറകളെ പോലും ഇളക്കാൻ ശക്തിയുള്ള ആ ഒരു ഗോതമ്പപ്പത്തിന്റെ ഒരു മറുപേരാണ് ദൈവം. അങ്ങനെ വളരെ മനോഹരമായ ഒരു ലിറിക്സ് ഉള്ള ഒരു പാട്ടാണ് ഞാൻ അടുത്തതായിട്ട് പാടാൻ പോകുന്നത്. ഒരു ചെറു കാറ്റിൽ പാറിപ്പറക്കുന്ന ഗോതമ്പപ്പത്തിനുള്ളിൽ ഒരുപാട് വൻ കൊടുങ്കാറ്റുകളെ ശാസിച്ച ദൈവമുണ്ടെന്ന് നീ ഓർക്കണം. നമുക്ക് ആസ്വദിക്കാം സ്വർഗീയനാദത്തിലൂടെ. Oh,
അപർണ, വളരെ നല്ല ഗാനമായിരുന്നു. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ തോന്നിയത്, ഇത്ര ശക്തനായ ദൈവം നമ്മുടെ കൂടെ വസിക്കാനായി ആ ചെറിയ സക്രാരിയിൽ ഒരു ഓസ്തി രൂപത്തിൽ നമ്മളോട് കൂടെ എന്നും ആയിരിക്കുവാൻ, ഓരോ ദിവ്യബലിയിലും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി ആ സക്രാരിയിൽ വസിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മോട് എത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മോട് കൂടെ എന്നും വസിക്കുന്നത്. ആ ഒരു ദിവ്യസ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ നമ്മൾ അറിഞ്ഞും വിശ്വസിച്ചും നാൾക്കുനാൾ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഗാനം കേട്ട് കഴിഞ്ഞപ്പോ ഏറ്റവും എളിമയുടെ രൂപമായ ഒരു അപ്പത്തിന്റെ രൂപത്തിലാണ് ഈശോ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എളിമയുടെ രൂപമായ അപ്പത്തിന്റെ രൂപത്തിലാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് വരുന്നത്. ആ തിരുവോസ്തി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുമ്പോൾ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കാനുള്ള കഴിവുള്ള ആ ഒരു ഈശോയുടെ പരിശുദ്ധി എത്രത്തോളമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. ആ ഈശോയെ സ്വീകരിക്കുവാനുള്ള പരിശുദ്ധി നമുക്കുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന കൂടി ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ ബലിയിലും ഈശോയെ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി സ്വർഗീയനാഥത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഇനിയും നല്ല ഗാനങ്ങളുമായി അടുത്ത ആഴ്ച കാണാം. ദൈവത്തിന് സ്തുതി.